ഏഷ്യാനെറ്റിലെ ചന്ദ്രികയിൽ അലിയും ചന്ദ്രകാന്തം എന്ന സീരിയലിലെ ഇന്നത്തെ റിവ്യൂ ആണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. ഇന്ന് തുടക്കത്തിൽ തന്നെ നമ്മുടെ പിങ്കി മോളെ ആരതിയൊക്കെ ഒഴിഞ്ഞ് സുമംഗലാമ്മ പൂജയും മറ്റും കാര്യങ്ങളും കുഞ്ഞിന് ആരോഗ്യവും ആയുസ്സും എല്ലാം ഉണ്ടാകാനായിട്ടും എല്ലാം കുറേ പൂജകളും ഒക്കെ ആയിട്ട് നന്ദമോളെ ഏൽപ്പിക്കുന്നു. അപ്പം നന്ദ അത് എല്ലാം ചെയ്തിട്ട് വരാം. കൂടെ ലക്ഷ്മി അമ്മയും പോകാൻ തീരുമാനിക്കുന്നു. സുമംഗലാമ്മയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തതിനാൽ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നത് അതിനെന്താ, ഞാനെല്ലാം വേണ്ടതുപോലെ നന്ദമോളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. അങ്ങനെ അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ സുമംഗലാമ്മ എരിവ് കയറ്റി നമ്മുടെ മോഹിനി, അർജുൻ്റെ കുഞ്ഞല്ല പിന്നെ എന്തിനീ കാട്ടിക്കൂട്ടൽ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ സുമംഗലാമ്മ ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. ഇത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിട്ട്. അപ്പം വേറൊരിടത്ത് നമ്മുടെ നിർമ്മലിനെ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുകയാണ്. അതിൻ്റെ പിന്നിൽ ആ പ്രസിഡൻറ്റ് വേണുക്കുട്ടൻ, നിർമ്മലൻ പോയി വഴക്കുണ്ടാക്കിയ ആൾ അവിടെ ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് തീരുമാനിച്ചു. കുറച്ച് ഗുണ്ടകളും ഒക്കെ ആയിട്ട് വേണുക്കുട്ടൻ വന്ന് അവിടെ അടിയും പിടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മുടെ അർജുൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നന്ദയും ലക്ഷ്മിയമ്മയും ഇങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അയ്യോ അർജുൻ മോൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ എന്നിങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നത്. അപ്പോൾ പേര് തെറ്റി പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി. അപ്പോൾ കണ്ടിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ അവർ നിർമ്മലിൻ്റെ വീടിങ്ങനെ തപ്പി വരുമ്പോഴാണ് വേണുക്കുട്ടൻ നിർമ്മലിൻ്റെ ബാഗ് എടുത്ത് മുറ്റത്തോട്ട് എറിയുന്നത്. ഇവർ വരുന്നത് ഒരുമിച്ചാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി നിർമ്മലിനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് കൊണ്ടുപോകുന്നു. കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയണ് ഇതുപോലെ ഒരു മാസത്തെ റൂം റെൻ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ക്യാഷ് പിരിക്കാൻ പോയപ്പോഴത്തേക്കും അതിൻ്റെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറക്കുന്നു. ഇനി ഒരു മാസം കഴിഞ്ഞാൽ സാലറി കിട്ടുമോളോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ നന്ദ പറയും നമുക്ക് വേറെടുത്ത് നോക്കാം എന്നൊക്കെ പറയുന്നു. ലക്ഷ്മി അമ്മ പറയുന്നത് ഞാൻ അതിന് കാശ് തരാമെന്ന് പറയുമ്പോൾ നിർമ്മലൻ പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കതൊന്നും വേണ്ടെന്നും പറഞ്ഞ് നിർമ്മല അങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ നന്ദ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ. ആദ്യം ലക്ഷ്മി അമ്മ അത് വേണ്ടാന്നൊക്കെ പറയുന്നു. പിന്നെയും നന്ദ പറയുന്നതിൽ ഒരു കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നു. എന്നിട്ട് സുമംഗലാമ്മയായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഫോൺ വിളിച്ചിട്ട് നിർമ്മലിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നു. വല്യമ്മയായിട്ടൊന്ന് സംസാരിച്ചൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അപ്പോൾ നമ്മുടെ സുമംഗലാമ്മ പറയുന്നു ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവനെ ഞാനിവിടെ കാത്തിരിക്കുക, എങ്ങും പറഞ്ഞു വിടണ്ട എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നു അവനെയും കൊണ്ട് പോകാനായിട്ട് സുമംഗലാമ്മ സമ്മതിച്ചു, ഇത്രയും വേഗം അങ്ങോട്ട് ചെല്ലാൻ പറയണമെന്ന്. അപ്പം നന്ദയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയി നിർമ്മലിനോട് കാര്യം പറയുന്നു. ആദ്യം നിർമ്മലിന് ഈ പറഞ്ഞ പോലെ താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കണു. പിന്നെ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വാ എന്ന് പറഞ്ഞ് അങ്ങനെ വരാമെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ ഓഫീസിൽ പോയി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെയും പോകുന്നു. നിർമ്മല ഓഫീസിൽ പോകുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മുടെ ഗൗതമിനെ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദ ഗൗതമിനെ വിളിച്ച് പറയാൻ ഇങ്ങനെ തീരുമാനിച്ചു, അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രശ്നമാകത്തില്ലേ, ഗൗതമിനോട് ചോദിക്കാണ്ട് നിർമ്മലിനെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ഓഫീസിലെ മറ്റ് കാര്യങ്ങൾ അർജൻറ്റ് കാര്യങ്ങളായതിനാൽ അവർക്ക് നിർമ്മലിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നും സാധിച്ചില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുക, നന്ദയും ഗൗതമും ഒന്നും പറയാൻ പറ്റാണ്ട്. അപ്പോഴാണ് നിർമ്മലൻ ആ വഴിയിൽ വരുന്നത് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം നിർമ്മലൻ പറയാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഒരു നിയോഗമേ എന്നിങ്ങനെ പറയുന്നു. അപ്പം ഗൗതമും ഇങ്ങനെ അതിന് മറുപടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിലോട്ട് മനസ്സിലിങ്ങനെ പറയാം, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, ഇനി എപ്പോഴും കാണാം എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ അത് പറഞ്ഞ് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. ഇനി നാളത്തെ കഥയായിട്ട് നമുക്ക് കാണാം.